ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എല്ലാവർക്കും എന്റെ വക ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? അച്ഛനെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. പറയച്ചാ. ആ, എല്ലാരും എത്തിയില്ല. എന്റെ ഒരു ഗസ്റ്റ് വരാനുണ്ട്. അമ്മയുടെ ഗസ്റ്റോ? അതാരമ്മേ? എനിക്കും ഉണ്ടടി ഒരു ഗസ്റ്റ്. മാഷിന് മാത്രമൊന്നുമല്ലല്ലോ സർപ്രൈസ് തരാൻ പറ്റുന്നേ, എനിക്കും തരാൻ പറ്റില്ലേ? ആ, ആരമ്മേ ഗസ്റ്റ്? നമ്മളെല്ലാരെയും വിളിച്ചാണല്ലോ. ഇനി ആരാ? പറയാ മടി. സുന്ദരി സുന്ദരി ഒന്നിറങ്ങി വാ, നാളെയാണ് ഓണമംഗളം. സുന്ദരി സുന്ദരി ഒന്നിറങ്ങി വാ, നല്ലൊരു ദിവസമായിട്ട് അവൻ കണ്ട് ഷാപ്പിലൊക്കെ ഇറങ്ങിയിട്ടാണോ വരുന്നത്? ഇല്ലച്ചാ, രമേശ് ഏട്ടൻ ഇപ്പൊ ഷാപ്പിലൊന്നും പോവാറില്ല. അതെ മാഷെ, എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് എത്തി. ഓക്കേ, അമ്മേ, രേഖ ചേച്ചിയാണോ അമ്മ പറഞ്ഞ ഗസ്റ്റ്? അയ്യോ, രേഖ ചേച്ചിയല്ല, മീനുകുട്ടി. സുധിയുടെ മീനുകുട്ടി. എന്റെ മോളെ, ഇത് രേഖയും മീനുകുട്ടിയൊന്നും അല്ല, എന്റെ ജോസഫായി, എന്റെ ജോസു. സുഖല്ലേ? ആ, പരമസുഖം. എന്തായാലും കൃത്യസമയത്ത് എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല ജോസു. ഹേമ, നമ്മൾ തമ്മിൽ എത്ര നാളായിട്ടുള്ള ബന്ധവാ. ഷൂട്ടിംഗ് കാണാൻ വന്നിട്ടുള്ള ബന്ധം. എനിക്ക് ലൊക്കേഷനിൽ നിന്ന് കിട്ടിയ ചുരുങ്ങിയ ബന്ധങ്ങളിൽ ഒന്നാണ് ഹേമ. വാ, വന്നേ. വാ. ഇതെന്റെ ബാലേട്ടൻ. നമസ്കാരം. ഹേമയുടെ കത്തുകളിലൂടെ എനിക്ക് എല്ലാരെയും അറിയാം. ആ, അത് നയന. എന്റെ മോന് ആകാശ് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാ. ഓ, പിന്നെ ഇത് ചാരു. ചാരുവിന്റെയും അരവിന്ദന്റെയും ഇപ്പൊ നടക്കുന്ന കല്യാണം. മാഡത്തിന്റെ എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടാ. ചാരു പറഞ്ഞ പോലെ ചെയ്ത സിനിമകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. താങ്ക് യു. ചേച്ചി ചേച്ചി ചെയ്ത സിനിമകളിലൊക്കെ നായകന്മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചേച്ചിയാ എല്ലാ സിനിമയിലും ഹൈലൈറ്റ്. പടപ്പാടാ. അയ്യോ, പടപ്പാടനല്ല, പായിപ്പാടൻ. സോറി. ചെറുപ്പം മുതല് നാട്ടിന്ന് വിട്ടു നിന്നതല്ലേ. എന്റെ മലയാളത്തിന് ഇത്തിരിയല്ല, ഒത്തിരി കുഴപ്പമുണ്ട്. പിന്നെ ഞാനല്ല, ലാലേട്ടനും സംവിധായകരും ഒക്കെയാണ് ഹൈലൈറ്റ്. ചേച്ചി ചേച്ചി ശരിക്കും മലയാളിയാണോ? അതെ, ആലപ്പുഴക്കാരി തന്നെയാ ഞാൻ. അങ്ങനെയല്ലേ ഞാൻ ഹേമയുമായിട്ടുള്ള പരിചയം.
ഇവരെപ്പോഴും വന്ന് രേഖാമേടത്തിനെ ശല്യപ്പെടുത്തുമല്ലേ? അങ്ങനല്ലേ പരിചയം? ഇതാ ഞാനാ പറഞ്ഞാള്. ഏയ് അങ്ങനെയൊന്നുമില്ല. എന്തിനാ ശല്യപ്പെടുത്തുന്നേ? ലൊക്കേഷനിൽ വന്ന് കണ്ടുള്ള പരിചയ. ഷൂട്ടിങ്ങിനിടയിൽ നിന്ന് കിട്ടിയ ചുരുക്കം ചില ഫ്രണ്ട്സുകളിൽ ഒരാളാണ് ഹേമ. അപ്പച്ചേ, ഇക്കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ സിനിമയിൽ ഒരു കൈ നോക്കിയേനെ. രാഷ്ട്രീയ പത്ര പോരാ, അതങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. സിനിമ അതിലും ബുദ്ധിമുട്ടാണ് പടപ്പാടാ. ഓ, പടപ്പാടനല്ല ചേച്ചി, പായിപ്പാടൻ. ഓ സോറി സോറി. ഇവിടെ വന്ന് ഈ ഓണാഘോഷത്തില് പങ്കെടുക്കാൻ എത്തിയതില് വളരെ സന്തോഷമുണ്ട്. ഹേമ പറഞ്ഞതുപോലെ എന്റെ 2 ആൺമക്കളുടെയും കല്യാണം അടുത്തു വന്നിരിക്കുക. അത് പിന്നെ മൂത്ത മകൻ അരവിന്ദന്റെ കല്യാണം ഈ ഔട്ടത്തിനെന്നാ. ഇളയവൻ ആകാശിന്റെ അത് കഴിഞ്ഞിട്ടും. തന്നെയല്ല, വർഷങ്ങൾക്ക് ശേഷം ഈ തറവാട്ടിന്റെ പേരിൽ ഒരു ചുണ്ടന ഇറക്കുന്നുണ്ട് ജലോത്സവത്തിന്. ഞങ്ങൾ ഓർക്കും. ഓ ഗുഡ്. ഹേമ പറഞ്ഞിരുന്നു. വള്ളം കളിയൊക്കെ എനിക്ക് കുറേ വർഷമായിട്ട് മിസ്സിംഗ്. ലൈവ് സ്ട്രീമിംഗ് കാണാറുണ്ട്. ആ പിന്നെ ഫാമിലിക്കായിട്ട് കുറച്ച് മത്സരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആണോ? സന്തോഷം. ഓണത്തിൻ്റെതായ നാടൻ മത്സരങ്ങളാ. വരാൻ പോകുന്ന മരുമക്കൾക്കായി വിട്ടുകൊടുത്തിരിക്കുക ഈ വർഷത്തെ ഓണം. അവര് നടത്തട്ടെ. ഓ രണ്ടുപേരും ഇവിടെ വന്ന് കയറാനുള്ളതല്ലേ. പക്ഷേ വെരി ഗുഡ്. എന്തൊക്കെ മത്സരങ്ങള്? പായസ മത്സരമുണ്ട്, കണ്ണുകെട്ടി കലമുടക്കലുണ്ട്, പിന്നെ ചെറിയ ഫൈബർ ബോട്ട് റേസിംഗ്. ആ